ഹലോ. ഹലോ സർ, പറഞ്ഞോ. എന്റെ ഭർത്താവിന്റെ ഫോൺ സ്വിച്ച് ഓഫ് എന്നാ വരുന്നേ. 1 മണിക്കൂറിൽ തിരിച്ചെത്താന്ന് പറഞ്ഞ് രാവിലെ ഇവിടുന്ന് പോയതാ. ഇപ്പൊ 4 മണി കഴിഞ്ഞു, ഇതുവരെ വന്നിട്ടില്ല. ഫോൺ ചെയ്തിട്ട് സ്വിച്ച് ഓഫ് എന്നാ വരുന്നേ. എനിക്കെന്തോ പേടിയാവുന്നു സർ. ഏയ് സാരമില്ല, നീ ടെൻഷൻ ആവാതെ. എന്താ കാര്യം ഞാൻ നോക്കാം. ശരി, ഒരു 10 മിനിറ്റുള്ളിൽ ഞാൻ അങ്ങോട്ട് വരാം. ടെൻഷൻ ആവണ്ട കേട്ടോ. ശരി സർ. അല്ല, അവൻ എങ്ങോട്ടായി പോയത്? സർ, കടയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി അതിരാവിലെ ഇവിടുന്ന് പോയതാ. ഞാൻ വിളിച്ചു നോക്കിയിട്ട് സ്വിച്ച് ഓഫ് എന്നാ വരുന്നേ. എനിക്കെന്തോ പേടിയാവുന്നു സർ. അദ്ദേഹം ഇന്ന് വരെ ഇങ്ങനെ ലേറ്റ് ആയിട്ടേ ഇല്ല. അത് ഓർക്കുമ്പോഴെനിക്ക് ആകെ വെപ്രാളം വരുന്നേ. വല്ല ആപത്തും പറ്റിട്ടുണ്ടാവും ഓർത്ത് എനിക്ക് ആകെ പേടിയാവുക സർ. താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. ദയവായി പിന്നീട് ശ്രമിക്കുക. നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരുപക്ഷെ ചാർജ് കയറുന്നതായിരിക്കും. നമുക്ക് കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോഴും വന്നില്ലെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യാം. ഞാനിവിടെ ഉണ്ടല്ലോ, ഒന്നും പേടിക്കണ്ട. സാറേ, സാറെപ്പോഴാ വന്നേ? നീ എന്താണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നേ? ഇത് നോക്ക്, ഇവിടെ എന്തുമാത്രം പേടിച്ചു പോയി നിനക്കറിയാവോ? സാർ, എൻ്റെ മൊബൈൽ താഴെ വീണ് പൊട്ടിപ്പോയി സാർ. റിപ്പയർ ചെയ്യാൻ വേണ്ടി മൊബൈൽ സർവീസ് സെൻ്ററിലേക്ക് പോയിരുന്നു. മൊബൈൽ റിപ്പയർ ചെയ്ത് എടുത്തുകൊണ്ട് വരാൻ അല്പം സമയം വൈകിപ്പോയി. മൊബൈൽ ഇപ്പോൾ റെഡിയായി സാർ. പക്ഷേ ചാർജില്ലായിരുന്നോ, അതുകൊണ്ടാണ് സ്വിച്ച് ഓഫ് വന്നത്. എന്താണെങ്കിലും നീ ഇവിടെ ഇൻഫോം ചെയ്യേണ്ടതല്ലായിരുന്നോ? കണ്ടില്ല, ഇവിടെ ആകെ പേടിച്ച് കരഞ്ഞുപോയി. സോറിടാ മുത്തേ. ശരി, ഞാനൊന്ന് ഇറങ്ങാം. സാർ സാർ, എന്ത് പറ്റി സാർ? നിന്റെ ഭാര്യ ഫോൺ ചെയ്തുകൊണ്ടാണ് ഞാൻ പേടിച്ചോടി വന്നേ. ഓഫീസിൽ ഒരുപാട് ജോലികളുണ്ട്. ഞാൻ പിന്നീട് ഒരു ദിവസം വരാം. എന്താ ഇങ്ങനെ കാണിച്ച്? ഞാൻ എന്തുമാത്രം പേടിച്ചു പോയെന്നറിയോ? സോറിഡി. ഹലോ. ഹലോ സർ. ഹലോ, പറഞ്ഞോ. സർ, ഞാൻ താങ്ക്സ് പറയാൻ വിളിച്ചതാ. എന്തിനാ താങ്ക്സ്? ഇന്ന് ഏട്ടന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് വന്നപ്പോ വല്ല അപകടവും പറ്റിയെന്ന് ഓർത്ത് എനിക്ക് ആകെ പേടിയായി. ഞാൻ പേടിച്ച് സാറിനെ വിളിച്ചപ്പോ സാറിന്റെ ജോലിയെല്ലാം വിട്ട് എനിക്കൊരു കൂട്ടായി വന്ന് നിന്നു. സാറ് വന്നതിന് ശേഷം എനിക്ക് ഇത്തിരിയെങ്കിലും ധൈര്യം കിട്ടിയേ. അതാ താങ്ക്സ് പറയാൻ വേണ്ടി വിളിച്ചത്. അയ്യോ, അതൊന്നും സാരമില്ല. ഇതുപോലൊരു ആപത്തുണ്ടാകുമ്പോഴല്ലേ പരസ്പരം സഹായിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഓടി വന്നത്. സത്യത്തിൽ നിങ്ങൾ ചെയ്തതൊരു വലിയ കാര്യോ. ശരി, അതൊക്കെ വിട്. സർ, നിങ്ങൾ വീണ്ടും എപ്പോഴാ വീട്ടിലേക്ക് വരിക? ഒരുപാട് ജോലിയുണ്ട്. ഫ്രീ ടൈമില് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരാം. സർ, ഞാൻ വിളിച്ചാൽ പോലും നിങ്ങൾ ഇങ്ങോട്ട് വരില്ലേ? ശരി, വരാം. താങ്ക് യു സർ. ഞാൻ നിങ്ങളെ എൻ്റെ കല്യാണത്തിന് മുമ്പേ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ മാത്രമേ കല്യാണം കഴിക്കുള്ളായിരുന്നു. അങ്ങനെയാണോ? കൂടെ ആരുമില്ലാതെ എങ്ങനെയാ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുന്നത്? അത് ഒരു ശീലമായിപ്പോയി. നിങ്ങളുടെ ഈ ഒറ്റപ്പെടൽ ഞാൻ മാറ്റിത്തരട്ടെ. പക്ഷേ ഈ കാര്യം ഒരിക്കലും എൻ്റെ ഭർത്താവ് അറിയരുത്. അയ്യോ, ഞാൻ പറയല്ലേ. എന്നാ പിന്നെ നമുക്ക് ഇപ്പൊ തന്നെ സന്തോഷിക്കാം. വരൂ. ശരി. അയ്യോ, എന്റെ ജീവിതം ഇല്ലാതെയായല്ലോ. എന്റെ ജീവിതം ഇല്ലാതെയായല്ലോ. എന്റെ അച്ഛനെ പോലെ വിചാരിച്ച എന്റെ ബോസ് എന്റെ ജീവിതം ഇല്ലാതെയാക്കിയല്ലോ. അങ്ങനൊന്നുമില്ല. എനിക്ക് ന്യായം വേണം, എനിക്ക് ന്യായം വേണം.
ഇപ്പൊ ഒരു തന്നെ മിനിറ്റ് ഞാൻ ഞാൻ നിങ്ങൾ പറഞ്ഞത് രണ്ടുപേരെയും കുറിച്ച് പുറത്തു പറഞ്ഞു നിങ്ങളെ ഒരു വഴിയാക്കും. നിങ്ങൾ എന്റെ ജീവിതം എടാ, അങ്ങനെ നശിപ്പിച്ചില്ല ചെയ്യരുത്. സാർ. എടാ എടാ ഞാൻ പറഞ്ഞേക്ക് എടാ ഞാൻ പറഞ്ഞത് കേക്ക് തല ഇപ്പൊ എടാ എടാ പ്ലീസ് പ്ലീസ് പൊട്ടിത്തെറിക്കുമല്ലോ. എടാ എടാ ഒരു മിനിറ്റ് എടാ ഇത് പിടിക്ക് എടാ ഇത് വെച്ചു എടാ എടാ നടന്നത് മറക്ക് എടാ ദയവ് എന്നോട് ക്ഷമിക്ക് നീ ഇത് പിടിക്ക് എടാ എടാ ഞാൻ പറഞ്ഞത് കേക്ക് എടാ ഞാൻ ഒരിക്കലും ഇനി ഈ ഭാഗത്തേക്ക് വരില്ല എന്നോട് ക്ഷമിക്ക് ദയവ് നീ ആരോടും പറയരുത് അയ്യോ. നിങ്ങൾ കാരണം ഇന്നെല്ലാം നാശമായി. അയാളെ എന്റെ വലയിൽ വീഴ്ത്തി സമ്പത്ത് മുഴുവൻ അടിച്ചു മാറ്റാന്ന് വിചാരിച്ചതാ. ഇടയ്ക്ക് വന്ന് എല്ലാം നശിപ്പിച്ചു. എടി അയാളുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഉം. ഞാൻ ജസ്റ്റ് കാഷ്വൽ ആയിട്ട് ബെഡ്റൂമിലേക്ക് വന്ന് ഉറങ്ങാന്ന് വാതിൽ തുറന്നു നോക്കിയതാ. പെട്ടെന്ന് രണ്ടുപേരെയും ബെഡിൽ ഒരുമിച്ച് കണ്ടപ്പോ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഞാൻ കരയുന്ന പോലെ അഭിനയിച്ചതാ. ഡാ 2 തവണ കൂടി അയാൾ ഇവിടെ വന്നിരുന്നെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ അടിച്ചു മാറ്റി നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കായിരുന്നു. കേറി വന്ന് എല്ലാം കൊളാക്കി. ശരി വിട്, അയാൾ പോയാ പോട്ടെ. നമുക്ക് വേറെ ഏതെങ്കിലും ഒരു മണ്ടനെ കിട്ടുമെന്നേ. എന്തു പറയുന്നു? ഉം.